വഴിയില്ലാത്തവർ. വറുതികൾ നീങ്ങാൻ വയലുകൾ വാണവർ, തൊരാമഴയിൽ ഞാറുകൾ നട്ടവർ. വറുതികൾ നീങ്ങാൻ വയലുകൾ വാണവർ, തോരാമഴയിൽ ഞാറുകൾ നട്ടവർ. ചെറുപുരണ്ട കാലുകളാലെ രാവുകളേറെ കാവൽ കിടന്നവർ. താഴ്ത്തിക്കൊയ്തവർ ചവിട്ടി മെതിച്ചവർ. അൽഫി ഷാജി 465 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബാബു ചേട്ടന്റെ കവിതകളെല്ലാം കേട്ടിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരേ വീട്ടുകാർക്കും ബാബു ചേട്ടനെ പരിചയമുണ്ട്. ഇദ്ദേഹത്തിന്റെ കവിത ഒന്ന് കേട്ടു നോക്കൂ. എന്നാ പിന്നെ ബാബു ചേട്ടന്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞാലോ? ചേട്ടൻ കവിത ഒക്കെ പാടുന്നു പറഞ്ഞു, ശരിയാണ്. ചേട്ടനെ തിരക്ക് ഞങ്ങൾ കുറച്ച് ദിവസം നടക്കുക. തീർച്ചയായും ഞാൻ കവിത പാടാറുണ്ട്. കവിത സ്വന്തമായിട്ട് എഴുതി പാടാറുണ്ട്. കാരണം ഞാൻ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആൾക്കാരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ അത് മനസ്സിലാക്കി കാര്യത്തിനനുസരിച്ചുള്ള കവിതകൾ ഞാൻ എഴുതുന്നുണ്ട്, ചെല്ലുന്നുണ്ട് ഒക്കെ ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പലരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പം മൊത്തം എത്ര കവിത ചൊല്ലിയിട്ടുണ്ടാവും? ഞാൻ ഏകദേശം ഒരു 50-ൽ പരം കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പുകളിൽ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്കുകളിൽ ഒക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പലരും എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. പലരും ആ കവിതകൾ പാടിയിട്ടുണ്ട്. പാടി എന്നെ വിളിച്ച് നേരിട്ട് വിളിക്കുകയും അതൊക്കെ അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട്. ചേട്ടന്റെ കവിതകളെ വല്ല സിനിമയ്ക്കോ അത് നാടകത്തിനോ ഗാനം അങ്ങനെ വല്ലതും പോയിട്ട് വല്ല ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ പല ഫംഗ്ഷനിലൊക്കെ നമ്മൾ എൻ്റെ കവിത പാടിയിട്ടുണ്ട് എവിടെ നിന്നുള്ള. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് റെക്കോർഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇത്രയും കവിത എഴുതിയതാക്കി ഏറ്റവും ചേട്ടൻ ഇഷ്ടപ്പെട്ട ആ കവിതയിൽ 4 പേരും ചൊല്ലാമോ? അങ്ങനെ തീർച്ചയായും ഒരു അടിയാള ജീവിതത്തിനെ അടിസ്ഥാനപ്പെട്ടുള്ളൊരു കവിത ഞാൻ പുതിയതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വഴിയില്ലാത്തവർ. അത് പഴയകാല ഓർമ്മകൾ വെച്ച് ഞാൻ എഴുതിയാണ്. ഞങ്ങൾ കർഷക തൊഴിലാളി കുടുംബമാണ്. അപ്പോൾ അവരെ അനുഭവിക്കുന്ന ഒരു വേദനയുടെ പശ്ചാത്തലത്തിൽ പുതിയതായിട്ട് എഴുതിയ ഒരു കവിതയാണ് വഴിയില്ലാത്തവർ. അത് ഞാൻ ചൊല്ലാം. എന്നാ എൻ്റെ 4 പേര് പാടിയാട്ടെ. ശരി, ഓക്കെ. വഴിയില്ലാത്തവർ. വറുതികൾ നീങ്ങാൻ വയലുകൾ വാണവർ, തൊരാമഴയിൽ ഞാറുകൾ നട്ടവർ. വറുതികൾ നീങ്ങാൻ വയലുകൾ വാണവർ, തോരാമഴയിൽ ഞാറുകൾ നട്ടവർ. ചെറുപുരണ്ട കാലുകളാലെ രാവുകളേറെ കാവൽ കിടന്നവർ. താഴ്ത്തിക്കൊയ്തവർ ചവിട്ടി മെതിച്ചവർ, പതിരുകൾ തൂറ്റി തരവയറുണ്ടവർ. മണില്ലാത്തവർ, മണമില്ലാത്തവർ, സ്വപ്നം കാണാൻ വകയില്ലാത്തവർ. ചെറുപുരണ്ട കാലുകളാലെ രാവുകളേറെ കാവൽ കിടന്നവർ. താഴ്ത്തിക്കൊയ്തവർ ചവിട്ടി മെതിച്ചവർ, പതിരുകൾ തൂറ്റി തരവയറുണ്ടവർ. മണ്ണില്ലാത്തവർ, മണമില്ലാത്തവർ, സ്വപ്നം കാണാൻ വകയില്ലാത്തവർ. അഭയം തേടിപ്പായുന്നോർ, അഭയം തേടിപ്പായുന്നോർ. കള്ളിപ്പാലയിൽ മുരളും നത്തുകൾ അവരെ ഭീതിയിലാഴ്ത്തുന്നു. മാടൻ മറുതാ തീക്കണ്ണുകളും അവരെ തേടി നടക്കുന്നു. ചിറിയടുക്കും ആകപണങ്ങൾ ഇരുളിൽ ചുറ്റിയിരിക്കുന്നു. കള്ളിപ്പാലയിൽ മുരളും നത്തുകൾ അവരെ ഭീതിയിലാഴ്ത്തുന്നു. മാടൻ മറുതാ തീക്കണ്ണുകളും അവരെ തേടി നടക്കുന്നു. ചീറിയടുക്കും ആകപണങ്ങൾ ഇരുളിൽ ചുറ്റിയിരിക്കുന്നു. ചവുകൾ പലതും കിനാപ്പേടികളാൽ അവരോ ഞെട്ടിയെണീക്കുന്നു. അവരുടെ ഊരും പേരും വാളിൽ വായ്ത്തല മുന്നിൽ വിറയ്ക്കുന്നു. അവരുടെ തുടികൾ ഇരുളിൽ പോയി മറയുന്നു.
അവരുടെ ഊരും പേരും വാളിൻ വായ്ത്തല മുന്നിൽ വിറയ്ക്കുന്നു. അവരുടെ കുടികൾ അവരുടെ തുടികൾ ഇരുളിൽ പോയി മറയുന്നു. അവരുടെ ഉറിയും കഞ്ഞിക്കലവും ഉടയോനില്ലാതാകുന്നു. അടിമകൾ വയറിൻ ഉടമകളെന്നും പെരുവഴിയന്തി ഉറങ്ങുന്നു. അടിമകൾ വയറിൻ ഉടമകളെന്നും പെരുവഴിയന്തി ഉറങ്ങുന്നു. തിരാപകകൾ അവരുടെ കേവല ജീവിതമാകെ തകരുന്നു. തിരാപകകൾ അവരുടെ കേവല ജീവിതമാകെ തകരുന്നു. ഇനിയും വയ്യന്നകമേ പൊരുതാൻ ശങ്കുലിനാദം ഉയരുന്നു. ഇനിയും വയ്യന്നകമേ പൊരുതാൻ ശങ്കുലിനാദം ഉയരുന്നു. സംഭ്രമമാർന്നു കലങ്ങിയ ചങ്കുകൾ ശക്തിയോടൊന്നണിചേരുന്നു. സംഭ്രമമാർന്നു കലങ്ങിയ ചങ്കുകൾ ശക്തിയോടൊന്നണിചേരുന്നു. വരുവിൻ വൈകാതൊരു തിരിനാളം കത്തിച്ചൊന്നണി ചേർന്നീടിൻ. വരുവിൻ വൈകാതൊരു തിരിനാളം കത്തിച്ചൊന്നണി ചേർന്നീടിൻ.